ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 375 ഓഫ് ഇന്ത്യൻ പീനൽ കോഡ് 1860 ആണ്. സെക്ഷൻ 375 ഡീൽ ചെയ്യുന്നത് ഡെഫിനിഷൻ ഓഫ് റേപ്പ് ആണ്. അപ്പം നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. സെക്ഷൻ 375 ഓഫ് IPC ഡിഫൈൻസ് വാട്ട് ഈസ് റേപ്പ്. എന്താണ് റേപ്പ് എന്ന് പറയുന്നത് സെക്ഷൻ 375 ഓഫ് ഇന്ത്യൻ പീനൽ കോഡിന്റെ അണ്ടറിലാണ്. സെക്ഷൻ 375 ഓഫ് IPC കൺസിസ്റ്റ് ഓഫ് ആക്ട്സ്, സർക്കംസ്റ്റാൻസസ്, എക്സ്പ്ലനേഷൻസ്, പ്രൊവിസോസ് ആൻഡ് എക്സെപ്ഷൻസ്. അതായത് സെക്ഷൻ 375ന്റെ അണ്ടറിൽ എന്തൊക്കെ ആക്ട്സിനെയാണ് നമ്മൾ റേപ്പായിട്ട് കണക്കാക്കുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ സർക്കംസ്റ്റൻസസിൻ്റെ അണ്ടറിലാണ് ഈ പറഞ്ഞ ആക്ട്സിനെ റേപ്പായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സെക്ഷൻ്റെ അണ്ടറിൽ രണ്ട് കാര്യങ്ങൾക്ക് പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ സെക്ഷൻ 375ന്റെ എക്സെപ്ഷൻസ് എന്തൊക്കെയാണ് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ആക്ട്സിനെ പറ്റിയിട്ടാണ്. There are 4 acts which will comes under the definition of rape that will amount to rape. റേപ്പ് ആയിട്ട് എമൗണ്ട് ചെയ്യാൻ തരത്തിലുള്ള 4 ആക്ട്സ് ആണ് ഈ ഡെഫിനിഷൻ്റെ അണ്ടറിൽ പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ ആക്ട് എന്ന് പറയുന്നത് പെനിട്രേഷൻ ആണ്. പെനിട്രേഷൻ ഓഫ് ദ പീനസ് ഇൻ ടു ദ വജൈന, മൗത്ത്, urethra or anus of the woman, or making the woman to do so to him, or making the woman to do so to any other person. ഒരു മെയിലിൻ്റെ പീനിസ് ഒരു വുമൻ്റെ വജൈനയിലോട്ടോ മൗത്തിലോട്ടോ യൂറത്രയിലോട്ടോ അല്ലെങ്കിൽ ആനസിലോട്ടോ പെനിട്രേറ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ ഈ കാര്യങ്ങൾ തൻ്റെ മേത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തികളുടെ മേത്തോ ചെയ്യിക്കാൻ ഒരു വുമണിനെ പ്രേരിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ആക്ട്സ് ഒക്കെ റേപ്പിൻ്റെ അണ്ടറിൽ വരും. രണ്ടാമതായിട്ട് പറഞ്ഞിട്ടുള്ള ആക്ട് എന്ന് പറയുന്നത് ഇൻസേർഷൻ ആണ്. Insertion to any extent of any object or part of body other than penis into the vagina, mouth, urethra or anus of the woman, or if the man makes the woman to do so to him or other person. ഇൻസേർഷൻ്റെ അണ്ടറിൽ വരുന്ന സമയത്ത് ഇവിടെ പീനിസ് അല്ലാത്ത വേറെ ഏതെങ്കിലും ബോഡി പാർട്ട് ആവാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ആവാം. ഈ രണ്ട് കാര്യങ്ങൾ ഒരു വുമൻ്റെ വജൈനയിലോട്ടോ അല്ലെങ്കിൽ മൗത്തിലോട്ടോ അതല്ലെങ്കിൽ യൂറത്രയിലോട്ടോ അതല്ലെങ്കിൽ ആനസിലോട്ടോ ഇൻസേർട്ട് ചെയ്യുകയോ അതല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ആ വുമണിനോട് തൻ്റെ മേത്ത് ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തികളുടെ മേത്ത് ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് റേപ്പിൻ്റെ അണ്ടറിൽ വരുമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്തതായി പറയുന്ന ആക്ട് മാനിപ്പുലേഷൻ ആണ്. Manipulation of any part of the body of woman so as to cause such penetration into the vagina, mouth, urethra or anus of the woman or causing the woman to do so to him or any other person. ഏതെങ്കിലും ഒരു വുമൻ്റെ വജൈന, മൗത്ത്, യുറെത്ര ഓർ ആനസിലോട്ട് പെനിട്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ആ വുമണിനെ കൊണ്ട് ആ പേഴ്സൻ്റെ മുകളിലേക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേഴ്സൻ്റെ മുകളിലോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിനോ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു വുമൻ്റെ ബോഡി പാർട്ട് അതായത് ആ വുമൻ്റെ ബോഡി പാർട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആക്ടിനെയും റേപ്പിൻ്റെ അണ്ടറിൽ വരും എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് വജൈന, മൗത്ത്, യൂറത്ര, അനസിലോട്ട് പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ തൻ്റെ മേത്ത് ആ വുമണിനെ കൊണ്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തിയുടെ മുകളിൽ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആ വുമൻ്റെ ഏതെങ്കിലും ബോഡി പാർട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആക്റ്റും റേപ്പിൻ്റെ അണ്ടറിൽ വരും എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി പറയുന്ന ആക്ട് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് മൗത്ത് ആണ്. Application of mouth by the man to the vagina, urethra or anus of the woman or causing the woman to do so to him or any other person. ഒരു വുമൻ്റെ വജൈന, യുറെത്ര അല്ലെങ്കിൽ ആനസിലോട്ട് ഒരു പേഴ്സൻ്റെ മൗത്ത് അപ്ലൈ ചെയ്യുകയോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് ആ വുമണിനെ കൊണ്ട് തൻ്റെ മുകളിൽ ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ അതല്ലെങ്കിൽ വേറൊരു വ്യക്തിയുടെ മുകളിൽ ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ
ആ ആക്ട്സ് ഒക്കെ റേപ്പിൻ്റെ അണ്ടറിൽ വരും എന്നാണ് ഇവിടെ പറയുന്നത്. സോ 4 ആക്ട്സ് ആണ് പറയുന്നത്, അതായത് പെനിട്രേഷൻ, ഇൻസേർഷൻ, മാനിപ്പുലേഷൻ, അതുപോലെ ആപ്ലിക്കേഷൻ ഓഫ് മൗത്ത്. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സർക്കംസ്റ്റൻസസ് ഓഫ് റേപ്പ് ആണ്. അതായത് മുൻപ് പറഞ്ഞിട്ടുള്ള ആക്ട്സ് ഒക്കെ ഏതൊക്കെ സിറ്റുവേഷൻസിൻ്റെ അണ്ടറിലാണ് റേപ്പായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളത്. The above said acts will amount to rape under the following circumstances. If it is done against her will. ഒരു സ്ത്രീയുടെ വില്ലിന് എഗെയിൻസ്റ്റ് ആണ് ഈ പറഞ്ഞ ആക്ട്സ് ഒക്കെ കമ്മിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ റേപ്പായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ വിൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സ്ത്രീയുടെ വിഷ് അതിനെയാണ്. അതായത് ഒരു സ്ത്രീയുടെ വിഷിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ റേപ്പായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. If it is done without her consent. ഒരു സ്ത്രീയുടെ സമ്മതമില്ലാണ്ടെയാണ് ഈ പറഞ്ഞ ആക്ട്സിൽ ഏതെങ്കിലും ഒരെണ്ണം കമ്മിറ്റ് ചെയ്തത് എന്നുണ്ടെങ്കിൽ അതിനെയും റേപ്പായിട്ട് കണക്കാക്കും. Putting the woman in fear of death or injury and obtaining consent. ഒരു സ്ത്രീയെ കൊലപ്പെടുത്തും അതല്ലെങ്കിൽ ആ സ്ത്രീക്ക് എന്തെങ്കിലും ഇഞ്ചുറി വരുത്തും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കൺസെന്റ് ഒബ്റ്റെയിൻ ചെയ്യുകയും ലേറ്റർ ഓൺ ആ സ്ത്രീയുടെ മോളിൽ ഈ പറഞ്ഞ ആക്ട്സ്, അതായത് ഈ പറഞ്ഞ 4 ആക്ട്സ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ റേപ്പായിട്ട് കണക്കാക്കും. Consent accorded under a misconception that the person is husband of the woman is not a valid consent. ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇവിടെ ഇന്റർകോഴ്സിന് വേണ്ടിയിട്ട് ഒരു വുമൺ ഒരു പേഴ്സണ് കൺസെന്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷെ കൺസെന്റ് കൊടുത്തത് എന്ത് ബിലീവ് ചെയ്തിട്ടാണെന്ന് വെച്ചാൽ ഇയാൾ ഈ സ്ത്രീയുടെ ഹസ്ബൻഡ് ആണ് എന്ന് കരുതിക്കൊണ്ടായിരിക്കണം. ബട്ട് ഇൻഫാക്ട് ആക്ച്വലി ഹീസ് നോട്ട് ഹെർ ഹസ്ബൻഡ്. അതാണ് സംഭവം. സോ ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻസിലും അത് ഒരു വാലിഡ് കൺസെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അതിനെ റേപ്പായിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഇവിടെ വുമൺ കൺസെന്റ് കൊടുത്തിട്ടുണ്ട്, ബട്ട് കൺസെന്റ് കൊടുത്തത് ഈ പറഞ്ഞ ആൾ ആ സ്ത്രീയുടെ ഹസ്ബൻഡ് ആണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. ബട്ട് ആക്ച്വലി അയാൾ ഈ സ്ത്രീയുടെ ഹസ്ബൻഡ് അല്ല. സോ ഇങ്ങനെ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള കൺസെന്റ് എന്ന് പറയുന്നത് ഒരു വാലിഡ് കൺസെന്റ് അല്ല. അതുകൊണ്ട് തന്നെ ചില സർക്കംസ്റ്റൻസസിൽ ഈ കാര്യങ്ങളെ റേപ്പായിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. Consent procured by a woman of unsound mind or under intoxication's influence. ഇവിടെ എന്താണ് പറയുന്നത്? ഒരു സ്ത്രീ അൺസൗണ്ട് മൈൻഡ് ആയി ഇരിക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ അവര് എന്തെങ്കിലും ഇൻടോക്സിക്കേറ്റഡ് ആയി ഇരിക്കുന്ന സമയത്തോ കൊടുത്തിട്ടുള്ള ഇന്റർകോഴ്സിന് വേണ്ടി കൊടുത്തിട്ടുള്ള സമ്മതം ഒരു വാലിഡ് കൺസെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. അതായത് ആ സ്ത്രീ ചിലപ്പോൾ കൺസെന്റ് കൊടുത്തിട്ടുണ്ടായിരിക്കാം, ബട്ട് ആ കൊടുത്തിട്ടുള്ളത് ഇൻടോക്സിക്കേഷന്റെ മുകളിലോ അതല്ലെങ്കിൽ അവളുടെ മൈൻഡിന്റെ അൺസൗണ്ട്നെസ് മൂലമോ ആയിരിക്കാം. സോ അങ്ങനെ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള കൺസെന്റും ഒരു വാലിഡ് കൺസെന്റ് അല്ല. അതുകൊണ്ട് തന്നെ അതിനെ റേപ്പായിട്ട് ട്രീറ്റ് ചെയ്യും. കൺസെന്റ് ഓഫ് എ ഗേൾ അണ്ടർ ഏജ് ഓഫ് 18 ഈസ് നോട്ട് വാലിഡ് അണ്ടർ ലോ. 18 വയസ്സിന് താഴെ ഉള്ള ഒരു പെൺകുട്ടി ഇന്റർകോഴ്സിന് വേണ്ടി കൺസെന്റ് കൊടുത്താലും അതിനെ ലോന്റെ അണ്ടറിൽ കൺസെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ റേപ്പായിട്ട് ട്രീറ്റ് ചെയ്യും. When a woman is unable to give consent due to unconsciousness. ഒരു വുമൺ കൺസെന്റ് കൊടുക്കാൻ ഏബിൾ അല്ലാത്ത സമയത്ത്, അതായത് ആ സ്ത്രീ ചിലപ്പോൾ ബോധരഹിതയായിരിക്കാം. സോ അങ്ങനെയുള്ള ആ സിറ്റുവേഷൻസിൽ ഏതെങ്കിലും ഒരു വുമന്റെ മുകളിൽ ഈ പറഞ്ഞ ആക്ട്സ് ഒക്കെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയും റേപ്പായിട്ട് ട്രീറ്റ് ചെയ്യും. സോ 7 സിറ്റുവേഷൻസിന്റെ അണ്ടറിലാണ് മുൻപ് പറഞ്ഞിട്ടുള്ള 4 ആക്ട്സിനെയും റേപ്പായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഒന്ന് അവരുടെ വില്ലിന് എഗെയിൻസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ അവരുടെ കൺസെന്റിന് എഗെയിൻസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഒരു സ്ത്രീയെ ജീവന്റെ മുകളിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒബ്റ്റെയിൻ ചെയ്യുന്ന കൺസെന്റ്, പിന്നെ അതുപോലെ തന്നെ ഭർത്താവാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ സ്ത്രീ നൽകുന്ന കൺസെന്റ്, അതുപോലെ തന്നെ ഇൻടോക്സിക്കേഷൻ്റെ അണ്ടറിലോ അതല്ലെങ്കിൽ അൺസൗണ്ട് മൈൻഡ് ആയിട്ടിരിക്കുന്ന സമയത്തോ അവരുടെ മേത്ത് ഇങ്ങനെ എന്തെങ്കിലും ആക്ട് കമ്മിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ആക്ച്വലി ഈ ഒരു സിറ്റുവേഷൻ, അതായത് അൺസൗണ്ട് മൈൻഡ് അല്ലെങ്കിൽ ഇൻടോക്സിക്കേഷൻ എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ നടക്കുന്ന ആക്ടിന്റെ നേച്ചർ എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാനുള്ള ബോധം കൂടി ഉണ്ടാവില്ല.
സോ അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിലും ഈ ആക്ടിനെ റേപ്പായിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 18 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടി ഇന്റർകോഴ്സിന് വേണ്ടി കൺസെന്റ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ പോലും അതിനെ റേപ്പായിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കൺസെന്റ് കൊടുക്കാൻ അവർക്ക് ഫിറ്റ് അല്ല, അതല്ലെങ്കിൽ കൺസെന്റ് കൊടുക്കാൻ അവർ ആ സമയത്ത് അണേബിൾ ആയിരിക്കുന്ന സമയത്ത് നടത്തുന്ന ഇന്റർകോഴ്സിനെ റേപ്പായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഇവിടെ അണേബിൾ ടു ഗിവ് കൺസെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് ചിലപ്പോൾ ബോധമുണ്ടാവില്ല, അവർ അൺകോൺഷ്യസ് ആയിരിക്കും. സോ ഇങ്ങനെ വരുന്ന ഈ സിറ്റുവേഷൻസിലൊക്കെ മുൻപ് പറഞ്ഞിട്ടുള്ള 4 ആക്ട്സിലെ ഏതെങ്കിലും ഒരെണ്ണം കമ്മിറ്റ് ചെയ്താൽ പോലും അതിനെ റേപ്പായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സെക്ഷൻ 375ന്റെ അണ്ടറിൽ പറഞ്ഞിട്ടുള്ള 2 എക്സ്പ്ലനേഷൻ ആണ്. ആദ്യത്തെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് വജൈനയാണ്. ഡെഫിനിഷൻ ഓഫ് വജൈന ഷാൾ ഓൾസോ ഇൻക്ലൂഡ് ദ ലാബിയോ മെജോറ. ലാബിയോ മെജോറയും വെജൈനയുടെ ഡെഫിനിഷന്റെ അണ്ടറിൽ വരും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ അതായത് പെനിട്രേഷൻ, അതല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് മൗത്ത്, ഇൻസേർഷൻ, അതല്ലെങ്കിൽ മാനിപ്പുലേഷൻ, ഇതൊക്കെ ലാബിയോ മെജോറയിൽ ചെയ്താലും അതിനെ റേപ്പായിട്ട് തന്നെയാണ് കണക്കാക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. ബിക്കോസ് ലാബിയോ മെജോറ വെജൈനയുടെ ഡെഫിനിഷന്റെ അണ്ടറിൽ തന്നെയാണ് വരുന്നത്. രണ്ടാമതായിട്ട് കൺസെന്റ് ആണ് പറയുന്നത്. Consent means an unequivocal voluntary agreement when the woman by words, gestures or any form of verbal or non-verbal communication communicates willingness to participate in specific sexual act. ഒരു നിർദ്ദിഷ്ട ലൈംഗിക പ്രവൃത്തിയിൽ പങ്കെടുക്കാനുള്ള സമ്മതം വാക്കുകളിലൂടെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ജസ്റ്റേഴ്സോ അതല്ലെങ്കിൽ വെർബൽ ഫോമിലോ അതല്ലെങ്കിൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ വഴിയോ ഒരു സ്ത്രീ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് ഇവിടെ കൺസെന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്ഷൻ 375 ഒരു കാര്യം കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇഫ് ദ ഫാക്ട് ക്ലിയർലി ഷോസ് ദാറ്റ് ദ വുമൻ ഹാസ് നോട്ട് ഫിസിക്കലി റെസിസ്റ്റഡ് ടു ദ ആക്ട് കമ്മിറ്റഡ് ഓൺ ഹെർ, ഇറ്റ് ഈസ് നോട്ട് ടു ബി പ്രസ്യൂംഡ് ഓർ ഇറ്റ് വിൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് ഹെർ കൺസെന്റ്. ഇവിടെ ഫാക്ട് പറയുകയാണ്. അതായത് ഈ ആക്ട്സ് ഈ സ്ത്രീയുടെ മോളിൽ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സ്ത്രീ ഫിസിക്കലി റെസിസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഫിസിക്കലി അവർ അതിനെ തടയുകയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയെങ്കിൽ പോലും ഈ സ്ത്രീ ഫിസിക്കലി റെസിസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ഈ സ്ത്രീയുടെ സമ്മതമായിട്ടല്ല കണക്കാക്കേണ്ടത്. അതായത് ഈ സ്ത്രീ ഫിസിക്കലി റെസിസ്റ്റ് ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് ഈ സ്ത്രീ ഈ പെർട്ടിക്കുലർ ആക്ട് കമ്മിറ്റ് ചെയ്യാൻ കൺസെന്റ് കൊടുത്തു എന്ന് വിചാരിക്കരുത്. അത് കൺസെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തതായിട്ട് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എക്സെപ്ഷൻസ് ഓഫ് സെക്ഷൻ 375 ആണ്. ഫസ്റ്റ് എക്സെപ്ഷൻ എന്ന് പറയുന്നത് എ മെഡിക്കൽ പ്രൊസീജിയർ ഓർ ഇന്റർവെൻഷൻ വിൽ നോട്ട് ബി കോൺസ്റ്റിറ്റ്യൂട്ട് റേപ്പ്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും മെഡിക്കൽ പ്രൊസീജിയേഴ്സിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഏതെങ്കിലും കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ ഇന്റർവെൻഷനെ ഒന്നും നമ്മൾ റേപ്പായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യില്ല. Sexual intercourse or sexual acts by a man with his own wife, the wife not being under 15 years of age, is not rape. അതായത് ഒരു ഭർത്താവും ഭാര്യയും തമ്മിലുള്ള സെക്ഷൽ ഇന്റർകോഴ്സ്, അതായത് ഭാര്യയ്ക്ക് ഇപ്പോൾ 15 വയസ്സിന് മുകളിൽ പ്രായമുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ഒരു സെക്ഷൽ ഇന്റർകോഴ്സിനെ റേപ്പായിട്ട് ട്രീറ്റ് ചെയ്യില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് മെഡിക്കൽ പ്രൊസീജിയറും അതുപോലെ തന്നെ ഹസ്ബൻഡ് വൈഫ്, അതായത് വൈഫിന് മോർ ദാൻ 15 ഇയേഴ്സ് ഓഫ് ഏജ് ഉണ്ടെങ്കിൽ അവർ തമ്മിലുള്ള സെക്ഷൽ ഇന്റർകോഴ്സ് ഒന്നും റേപ്പായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡെഫിനിഷൻ ഓഫ് റേപ്പ് ആണ്. അതായത് സെക്ഷൻ 375ന്റെ അണ്ടറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് റേപ്പിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക് നമ്മുടെ ഈ ചാനൽ വഴി ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെന്നെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.